നമസ്കാരം. കേരളത്തിൽ 20 ലോക്സഭാ നിയോജക മണ്ഡലങ്ങളിലും പൊടിപാറുന്ന പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രചാരണ ചൂടിലേക്ക് എല്ലാ സ്ഥാനാർത്ഥികളും എത്തുകയാണ്. ഏപ്രിൽ 26-നാണ് കേരളത്തിൽ ലോക്സഭാ ഇലക്ഷൻ നടക്കുക. ആ ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിക്കുക കൂടി ചെയ്തതോടുകൂടി പ്രചരണ ചൂട് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. തിരുവനന്തപുരവും ആറ്റിങ്ങലും ഒക്കെ ഏതൊക്കെ തരത്തിലാണ് പ്രതികരിക്കുന്നത് എന്നുള്ള ഒരു വസ്തുതയാണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പം ഇവിടെ ആറ്റിങ്ങൽ ആരുടെ കൂടെയായിരിക്കും? ആറ്റിങ്ങൽ എന്ന് പറയപ്പെടുന്ന നിയോജക മണ്ഡലത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അത് ആരോടൊപ്പമായിരിക്കും ചേരാൻ പോകുന്നത്? അത് ആർക്കു വേണ്ടിയിട്ടായിരിക്കും ഈ വട്ടം അത് ആരുടെ കൂടെയായിരിക്കും നിൽക്കുക എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. അതിലാണ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലം എന്ന് പറയപ്പെടുന്നത്. ആരുടെ കൂടെ നിൽക്കും, അല്ലെങ്കിൽ ഈ നടക്കുന്ന വളരെ അതിശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരം നടക്കുന്ന ആറ്റിങ്ങലിൽ വിജയപ്രതീക്ഷ എന്ന് പറയപ്പെടുന്നത് 3 മുന്നണികൾക്കും 3 സ്ഥാനാർത്ഥികൾക്കും ഉണ്ട് എന്നുള്ളതാണ്. സംസ്ഥാനത്ത് ഏറ്റവും ചൂടേറിയ തിരഞ്ഞെടുപ്പ് പോരാട്ടം, ആ തിരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന ഒരു വേദി എന്ന് പറഞ്ഞാൽ ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ നടക്കുന്ന ശക്തമായിട്ടുള്ളൊരു ത്രികോണ മത്സരമാണ്. അതാണ് അവിടെ ദൃശ്യമാകുന്നത്. ഏകദേശം 30 വർഷം ഇടതുകോട്ടയായിരുന്ന ആറ്റിങ്ങൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആഴത്തിൽ വേരുകളുള്ള ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ തന്നെ ചിന്തിക്കാവുന്നൊരു കാര്യമാണ്. കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള ഒരു UDF തരംഗം, ആ UDF തരംഗത്തിലൂടെയാണ് അടൂർ പ്രകാശ് ആറ്റിങ്ങൽ പിടിച്ചെടുക്കുന്നത് എന്നുള്ളതാണ്. മണ്ഡലം നിലനിർത്താനായി ജനകീയനായിട്ടുള്ള സിറ്റിംഗ് MP ആയിട്ടുള്ള അടൂർ പ്രകാശിനെ തന്നെയാണ് അവിടെ ഇപ്പോൾ കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു എന്നുള്ള വലിയ വിശ്വാസം കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്നു. മണ്ഡലം തിരിച്ചു പിടിക്കാനായിട്ടാണ് CPM LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള V. ജോയിയെ ഇറക്കിയിരിക്കുന്നത്. V. ജോയി MLA കൂടിയാണ്. അദ്ദേഹത്തിനെ രംഗത്തിറക്കുന്നത് വർക്കല MLAയും ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള V. ജോയിയാണ് അവിടെ CPMൻ്റെ സ്ഥാനാർത്ഥി. മണ്ഡലത്തിൽ വളരെ സുപരിചിതനാണ് ജോയി എന്ന് പറയപ്പെടുന്നത്. ജോയിയുടെ ജനകീയതയെ വോട്ടായി മാറുമെന്നുള്ള വലിയ വിശ്വാസം CPMന് പ്രതീക്ഷ നൽകുന്നുണ്ട്. മാത്രമല്ല CPMൽ വലിയ പ്രതീക്ഷയുള്ള സ്ഥലം ഇത് മാത്രമല്ല, ആറ്റിങ്ങലിൽ താമര വിരിയിക്കുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള വി മുരളീധരനെ BJP അവിടെ മത്സരിപ്പിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷത്തിലേറെയായി ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ പ്രവർത്തനങ്ങളൊക്കെയാണ് മുരളീധരൻ നടത്തുന്നത്. മുരളീധരൻ നല്ല അടിത്തറ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് BJPയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ അടക്കം കണക്കുകൂട്ടൽ എന്ന് പറയപ്പെടുന്നത്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം നടന്നിട്ടുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ, ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിലും വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷത്തിൽ വിജയിക്കുവാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. ആ വിജയം ഇടതുപക്ഷത്തിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, അതേസമയം ശോഭാ സുരേന്ദ്രൻ എന്ന് പറയപ്പെടുന്ന സ്ഥാനാർത്ഥി NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് കഴിഞ്ഞ തവണ ഏകദേശം 25% വോട്ട് നേടിയിരുന്നു എന്നുള്ളതാണ്. 2.5 ലക്ഷത്തിലധികം വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ ഈ ആറ്റിങ്ങലിൽ നിന്ന് നേടിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനത്തിലൂടെ മണ്ഡലത്തിലുണ്ടാക്കിയെടുത്തിട്ടുള്ള ബന്ധങ്ങൾ എന്ന് പറയപ്പെടുന്നത് വളരെ വലുതാണ് എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. ആ കരുത്തിലാണ് അടൂർ പ്രകാശ് അവിടെ മത്സരിക്കുന്നത്. വർക്കലയിലെ MLA ആയിട്ടുള്ള V. ജോയിയും താൻ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് തന്നെയാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരെ നിർത്തിയാലും കണ്ണും പൂട്ടി ജയിപ്പിക്കുമെന്ന് അല്ലെങ്കിൽ ജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയാവുന്ന ഒരു മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു പഴയ ചിറയൻകീഴ് എന്ന് പറയപ്പെടുന്ന മണ്ഡലം. കേരള രാഷ്ട്രീയത്തിലുള്ള അധികായന്മാരായിട്ടുള്ള ആർ ശങ്കറിനെ വീഴ്ത്തിയ ഒരു ചരിത്രവും ഈ ചുവന്ന മണ്ണിനുണ്ട് എന്നുള്ളതാണ് സത്യം. CPMലെ K. അനിരുദ്ധനുമായിട്ടായിരുന്നു 1967 ആർ ശങ്കർ പരാജയപ്പെട്ടു പോയത്. വയലാർ രവി, A. റഹീമും തലക്കുന്നിൽ ബഷീറും ഒക്കെ പ്രതിനിധീകരിച്ചിട്ടുള്ളൊരു മണ്ഡലമാണത്. 1989 സുശീല ഗോപാലനാണ് തലേക്കുന്നിൽ ബഷീറിൽ നിന്നും ഈ മണ്ഡലം പിടിച്ചെടുത്ത് ഇടതുപക്ഷത്തേക്ക് എത്തിച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. 1996 അനിരുദ്ധൻ്റെ മകനായിട്ടുള്ള അഡ്വക്കേറ്റ് A. സമ്പത്ത് ചിറയൻകീഴിൽ ജനവിധി തേടിയെത്തി. അന്ന് ജനവിധി തേടിയെത്തിയപ്പോൾ മണ്ഡലം ഇരുകൈ നീട്ടി A. സമ്പത്തിനെ സ്വീകരിക്കുകയായിരുന്നു. തുടർന്ന് 3 ടേമിൽ വർക്കല രാധാകൃഷ്ണൻ CPMനായിട്ട് മണ്ഡലം കാത്തുസൂക്ഷിച്ചു എന്നുള്ളത് ചരിത്രമാണ്. പിന്നീട് 2 തവണ കൂടി A. സമ്പത്ത് തന്നെ ഈ മണ്ഡലത്തിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ തവണ മാത്രം അടൂർ പ്രകാശിന് മുൻപിൽ സമ്പത്തിന് കാലിടറി പോകുന്ന ഒരു കാഴ്ചയുണ്ടായി. 30 വർഷത്തിന് ശേഷം മണ്ഡലം കോൺഗ്രസ് തിരിച്ചു പിടിക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ പിന്നെ ഈ ശബരിമല വിഷയം അടക്കമുള്ള കാര്യങ്ങളിൽ ആറ്റിങ്ങലിൽ സ്വാധീനം ചെലുത്തിയിരുന്നു എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇത്തവണ പക്ഷേ അത്തരം വിഷയങ്ങളൊന്നും തന്നെ അനുകൂലമാകാനുള്ള സാധ്യതയുമില്ല, അത്തരത്തിലുള്ള വിഷയങ്ങളുമില്ല. പൊതുരാഷ്ട്രീയ വിഷയങ്ങൾ തന്നെയാകും ഇപ്രാവശ്യം ആറ്റിങ്ങലിൻ്റെ വിധി നിർണ്ണയിക്കുക എന്നുള്ള കാര്യത്തിലും സംശയമില്ല.
ആറ്റിങ്ങൽ അത്തരത്തിലുള്ള വിധിയെഴുത്ത് നടക്കുമ്പോൾ ആറ്റിങ്ങൽ ആരുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് ചോദ്യം. കോന്നിയുടെ കണ്ണിലുണ്ണിയായിരുന്ന അടൂർ പ്രകാശ് എന്ന് പറയപ്പെടുന്ന MLA അവിടെ നിന്ന് പിൻവാങ്ങി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ MP ആകാനായി ഉറച്ചു നിന്നപ്പോൾ അന്ന് കോന്നിക്കാരുടെ സങ്കടവും ദുഃഖവുമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അത് അവിടെ അടൂർ പ്രകാശ് എന്ന് പറയപ്പെടുന്ന വ്യക്തിയോട് കോന്നിക്കാർക്കുണ്ടായിരുന്ന വ്യക്തിപരമായ ഒരു ബന്ധത്തിൻ്റെ പുറത്താണ് നീണ്ട നാൾ അവിടുത്തെ MLA ആയി അടൂർ പ്രകാശ് വാണിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ആൾക്കാരോട്, ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു നേതാവായി അടൂർ പ്രകാശിനെ കോന്നിക്കാർ കാണുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ ആറ്റിങ്ങലിലേക്ക് എത്തപ്പെടുമ്പോൾ ആറ്റിങ്ങലിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ എന്ന് പറയപ്പെടുന്നത് വളരെ വലുതാണ്. ആ വ്യക്തിബന്ധങ്ങളുടെ കരുത്തുമായിട്ടാണ് ആറ്റിങ്ങലിൽ തുടർച്ചയായി വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അവിടെ അടൂർ പ്രകാശ് മത്സരിക്കുന്നത്. എന്നാൽ മറ്റ് തറവേലകളൊന്നും CPM കാണിക്കാതിരുന്നാൽ ജയിക്കാൻ പോകുന്നത് അടൂർ പ്രകാശ് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം ഈ മണ്ഡലത്തിൽ വേണമെങ്കിൽ ഒരു കൈ പയറ്റാൻ ശോഭാ സുരേന്ദ്രനെ BJPക്ക് വേണമെങ്കിൽ ഒന്നുകൂടി പരീക്ഷിക്കാമായിരുന്നു. കാരണം വളരെ താഴ്ന്ന നിലവാരത്തിലുണ്ടായിരുന്ന വോട്ട് ശതമാനത്തിൽ നിന്നും 8-ൽ നിന്നും 25% എത്തിക്കുവാൻ ശോഭാ സുരേന്ദ്രനെ പോലെ കരുത്തുറ്റ ഒരു വനിതാ നേതാവിന് കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അത്തരത്തിൽ അവരുണ്ടാക്കിയെടുത്ത ഒരു ഇമേജിനെ, അതായത് 2.5 ലക്ഷത്തിലധികം വോട്ട് കഴിഞ്ഞ 2019 പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ BJPയുടെ തുറുപ്പ് ചീട്ടാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് സംസ്ഥാന നേതാക്കന്മാർക്കൊഴികെ മറ്റെല്ലാവർക്കും അറിയാം. സംസ്ഥാന നേതാക്കന്മാർക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു വ്യക്തിത്വമായി ശോഭാ സുരേന്ദ്രൻ മാറിയതുകൊണ്ടാണ് ഇവിടെ, അതായത് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ അവർക്ക് സീറ്റ് നൽകാതെ അവരെ ആലപ്പുഴ നിയോജക മണ്ഡലത്തിലേക്ക് മാറ്റിയത്. അവിടെയും ഈ പറയുന്ന സുരേന്ദ്രൻ്റെയും മുരളീധരൻ്റെയും കയ്യാങ്കളിയുണ്ട്, കൈകടത്തലുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ സംസ്ഥാന നേതാക്കൾക്ക് ഇഷ്ടപ്പെടാത്തവരെ BJPയുടെ സ്ഥാനാർത്ഥികളായി നിർത്താൻ ഇവരാരും സമ്മതിക്കില്ല എന്നുള്ളതാണ്. അഥവാ ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ മാറിയേനെ ചിത്രം എന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം വലിയ മാറ്റങ്ങൾ CPMനെ മാറ്റി നിർത്തിയാൽ കോൺഗ്രസിൽ നിന്ന് ലഭിക്കാവുന്ന ഒട്ടനവധി വോട്ടുകളുണ്ട്. അത് വേണമെങ്കിൽ നേടിയെടുക്കുവാൻ ശോഭാ സുരേന്ദ്രന് കഴിയുമായിരുന്നു. NSSൻ്റെ അടക്കമുള്ള ഒരു പിന്തുണയും ശോഭാ സുരേന്ദ്രൻ ലഭിച്ചത്. ഇനി അതുമാത്രമല്ല, ഇവിടെ മുരളീധരനും അടൂർ പ്രകാശുമൊക്കെ മത്സരിക്കുമ്പോൾ ജാതീയമായ വോട്ടുകൾ മാറിപ്പോകുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടിയും മുരളീധരൻ ലഭിക്കുന്ന വോട്ടുകൾ എന്ന് പറയപ്പെടുന്നത് ഈ 2.5 ലക്ഷം ലഭിക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചിന്ത. 2.5 വർഷക്കാലമായി ഈ ആറ്റിങ്ങൽ നിയോജക മണ്ഡലവുമായി ദീർഘകാലത്തെ ബന്ധം കാത്തുസൂക്ഷിക്കുകയും വലിയ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഈ മന്ത്രിയായിരുന്ന മുരളീധരൻ. കാരണം ഇവിടെ മത്സരിക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടി തന്നെ ആറ്റിങ്ങലിൽ അദ്ദേഹം താമസിച്ച് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് വിജയിച്ച് ലോക്സഭയിലേക്ക് എത്താം എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് മുരളീധരൻ എത്തുന്നത്. പക്ഷേ അത് എത്രത്തോളം നടക്കുമെന്നറിയില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും തരത്തിൽ ഈ വടകരയിലും തൃശ്ശൂരിലും ഉള്ള അന്തർധാര, മുരളീധരൻ പറഞ്ഞ പോലുള്ള അന്തർധാര ആറ്റിങ്ങൽ കൂടി നടപ്പിലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് CPMൻ്റെ തറവേല CPM ഇവിടെ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ മുരളീധരൻ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തേക്കാം. ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയേക്കാം. ഇത് രണ്ടും നടക്കുന്നില്ലെങ്കിൽ, CPMൻ്റെ തറവേലത്തരങ്ങൾ ഇവിടെ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അടൂർ പ്രകാശിന് വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ആറ്റിങ്ങൽ മണ്ഡലം ആരുടെ കൂടെ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഏപ്രിൽ 26 വരെ കാത്തിരിക്കേണ്ടി വരും. അതിനുശേഷം അതിൻ്റെ വിധി അറിയുന്നതിന് ജൂൺ 4 വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും.